ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. കുക്കറിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട്, ചോറൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു ചോറാണ്. മന്തി റെസിപ്പിയാണ്. അധികം ടൈമൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഒരു 20 മിനിറ്റ് തൊട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു ഇതിൻ്റെ മന്തിയുടെ റെസിപ്പിയാണ്. അതിന് 1 കിലോ ചിക്കന് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ക്യാപ്സിക്കം സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ ഉള്ളി, ചെറുതാണെങ്കിൽ 2 എടുക്കുക, വലുതാണെങ്കിൽ 1 മതി. പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂണ് വലിയ ജീരകവും, പിന്നെ കറാമ്പു, പട്ട, ഏലക്കായ ഇത് കുറേശ്ശെ എടുക്കുക. പിന്നെ മാഗി ക്യൂബ് 2 എടുക്കുക. ഉപ്പിടേണ്ട ആവശ്യമില്ല, മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും. പിന്നെ 2 ടേബിൾ സ്പൂണ് മന്തി മസാല, ഏത് മസാല ആയാലും കുഴപ്പമില്ല. മന്തിയുടെ മസാല 2 ടേബിൾ സ്പൂണും. പിന്നെ കുരുമുളക് ഞാൻ അങ്ങനെ ഇട്ടാലും മതി, ഞാൻ പൊടിച്ചതാണ് ഇട്ടിരിക്കുന്നത്. കടിക്കണത് ഇഷ്ടമില്ലാത്ത കാരണം പൊടിച്ചത് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു പിഞ്ച് കളർ ഇട്ട് കൊടുക്കുക, റെഡ് കളർ, ഫുഡ് കളർ. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, അതും വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഒരു പാത്രത്തിൽ അരി തിളപ്പിക്കാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കറാമ്പൂ, പട്ട, ഏലക്കായ ഇത് 3 കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുക. ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് 5 മിനിറ്റോളം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉണക്കനാരങ്ങ ഒന്നിട്ട് കൊടുക്കുക. അതിന് 2 സൈഡും ഒന്ന് മുരിഞ്ഞ എണ്ണയിലൊന്ന് ആയ ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നേരം വെയിറ്റ് ചെയ്യും. ഒരു വിസിൽ വന്ന ശേഷം പിന്നെ അതിന് മേലുള്ള എണ്ണ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റിയെടുക്കുക. ചോറിൻ്റെ മുകളിൽ ഒഴിക്കാനാണ്. ഒരു പാത്രത്തിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കുക. ചോറ് 3/4 ഭാഗം വേവായാൽ മതി, ഫുള്ള് വേവണ്ട. ഇനി കുക്കറിൽ കടന്നിട്ടൊന്ന് ആവും. അതിൻ്റെ മസാലയൊക്കെ അടിയിൽ ആയിട്ട് ചോറ് അതിൽ കിടന്നൊന്ന് ശരിയാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം പച്ചമുളക് ഒരു 4 എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് 4 എടുത്തിട്ടുള്ള എരിവ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക. നടുക്ക് കീറിയിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഫുഡ് കളറ്, മന്തിയുടെ കളറ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പാലിൽ കലക്കി ഒഴിച്ചു കൊടുത്താലും മതി. കുക്കർ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലും അല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. 10 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫാക്കിയ ശേഷം ആവി പോയ ശേഷം ചോറ് മിക്സ് ചെയ്ത് ഒരു വേറൊരു ബൗളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറാണ്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കുക്കറിലൊരു വിസിലടിച്ചതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ല. ആദ്യം എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതുകൊണ്ട് ചിക്കൻ പൊടിഞ്ഞു പോകുന്നില്ല. 20 മിനിറ്റൊക്കെ മതി. അതിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.